ഇതാണ് നമ്മുടെ കോക്കനട്ട് ക്രീം. മറ്റൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ക്രീമാണ്, കോക്കനട്ട് ക്രീമാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, സൂര്യാസ് ലൈഫ് സ്റ്റൈലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ക്രീമാണ്. നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻ ഇല്ല, ആ ക്രീമാണ്. ഈ ക്രീം നിങ്ങൾക്ക് എത്ര നാൾ വേണേലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു മോയ്സ്ചറായിട്ട് നമുക്ക് തലയിൽ പുരട്ടാനും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര, അങ്ങനെ മുടി നല്ല സ്ട്രോങ് ആയും ഒക്കെ വളരാൻ ഹെയർ ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആ ക്രീം തയ്യാറാക്കുന്നതിന് ഒരു 1 നൈറ്റ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു 10 hours കഴിഞ്ഞാലും കുഴപ്പമില്ല. ചിലർക്ക് മുടിയിൽ നല്ല നല്ല കട്ടി ഉണ്ടാകും. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും കട്ടി കുറഞ്ഞ് പൊട്ടി പോകും. അതുപോലെ തന്നെ ചിലർക്ക് മുടി നമ്മൾ വലിച്ചു നോക്കുമ്പോഴത്തേന് നമുക്ക് ആ മുടി ഒരു വഴി തരുമ്പോൾ തന്നെ കട്ടി കുറഞ്ഞു വരും. അതെല്ലാം ഈ ഒരു മുടിക്ക് ഡാമേജ് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുന്ന വഴി നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഒരു വീക്കിലി 3 ടൈം അല്ലെങ്കിൽ 2 ടൈമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. 1 മന്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരും. ഞാൻ നിറയെ തവണ ഉപയോഗിച്ച് റിസൾട്ട് വന്നിട്ടുള്ള ഒരു പാക്ക് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പത്തെ പ്രോട്ടീൻ പാക്ക് ഒരുപാട് 9K വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണണം. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നൂടെ നമുക്ക് കാണാം. ഈ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട്. ഒരു ചിരട്ട ഫുള്ള് എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ ഫുള്ള്, അതുപോലെ തന്നെ ഒരു 5 ചെമ്പരത്തിപ്പൂ, അതുപോലെ തന്നെ 3 കറിവേപ്പില തണ്ടാണ് എടുത്തേക്കുന്നത്. ഓരോ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് തേങ്ങയുടെയും അളവ് എല്ലാത്തിൻ്റെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ച് വേണം നമുക്ക് ഇനി പാക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. അരയ്ക്കാൻ ആവശ്യമായി നമ്മൾ വെള്ളമാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. നമ്മൾ അരച്ചെടുത്ത പരുവാണ്. ഇതിനെ നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് വെച്ചേക്കാണ്. ഇതാണ് ബാലൻസ് വന്ന നമ്മുടെ പിശുട്. നമ്മുടെ പാക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തിയില്ല, അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പ്രൊസീജിയർ കൂടി ഉണ്ട്. ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിൽ ഇത് കെട്ടി ഒരു 4 to 5 hours, അല്ലെ നൈറ്റ് മുഴുവൻ വെച്ചാലും കുഴപ്പമില്ല. ഒരു 5 hours വെച്ച് കഴിയുമ്പോഴത്തേന് ഉണ്ടാകുന്ന റിസൾട്ട് നമുക്ക് എങ്ങനെയൊന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ കീറലൊന്നും ഇല്ലാത്ത കവർ വേണം എടുക്കാനായിട്ട്. നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കാം. ഇതുപോലെ നമ്മൾ പാക്ക് കവറിലാക്കി നമ്മൾ തൂക്കിയിടണം. നമ്മൾ തേങ്ങാപ്പാൽ ഇതിലെടുത്തേക്കുന്ന തേങ്ങാപ്പാൽ മുടിക്ക് നല്ല ത്വരിതമായിട്ട് വളരാനും, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഹെൻസ് മുടി പൊട്ടിപ്പോകാനും, നല്ല തലയിലോട്ടി നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ വിറ്റമിന്, പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ മുടിയിലെ കേടുപാടുകളൊക്കെ മാറ്റി മുടി നല്ലതായിട്ട് വളരാനും സഹായിക്കുന്നു. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന കറി ലീഫാണ് എടുത്തേക്കുന്നത്. ഇത് കറിവേപ്പില. ആയുർവേദത്തിലെ കറിവേപ്പില പൊതുവേ പോഷകങ്ങളുടെ ഒരു കലവറ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും പോഷകങ്ങൾ നമ്മുടെ തലയിൽ മുടിയിലും എല്ലാം ലഭിക്കുന്ന കറിവേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റും പ്രോട്ടീനുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടി വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറി മുടി നല്ല സമൃദ്ധമായി വളരാനും സഹായിക്കുന്നു. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ നമുക്ക് ഇതിന് മുമ്പുള്ള വീഡിയോസ് ചെമ്പരത്തിപ്പൂവിനെ പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആയുർവേദ വിധിപ്രകാരം മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും പ്രശസ്തമായ പൂക്കളിലൊന്നാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ. 5 ഇതൾ പൂവ് താരന, അകാലനര, മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം മാറി മുടി നല്ല സമൃദ്ധമായി വളരാൻ നമ്മുടെ ചെമ്പരത്തിപ്പൂ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് 3 കൂടെ അരച്ച് പാക്ക് ചെയ്ത് വെച്ചൊരു ഫോമാണ്. ഇപ്പോൾ നമ്മൾ ഒരു നൈറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ അവസ്ഥയാണ്. നമ്മൾ ആ മിക്സിയിൽ അടിക്കാൻ വേണ്ടി എടുത്ത വെള്ളമാണ് താഴെ വന്നേക്കുന്നത്. ബാക്കി നമ്മുടെ ക്രീം ഫുള്ളും മേളിൽ വന്നിരിപ്പുണ്ട്. ഇനി നമ്മൾ ഈ ക്രീമാണ് എടുത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരു സിസർ ഉപയോഗിച്ച് ആ അടിയിൽ കിടക്കുന്ന വെള്ളം മുഴുവൻ കളയും. എന്നിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. വെള്ളമെല്ലാം പോയി ക്രീം മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി എടുക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ കോക്കനട്ട് ക്രീം.
നല്ല സോഫ്റ്റായിട്ടുള്ള ക്രീം കൺസിസ്റ്റൻസിയാണിത്. നമുക്കിനി തലയിൽ ഇത് അപ്ലൈ ചെയ്യാം. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. റൂട്ട് തൊട്ട് എൻഡ് വരെ നല്ലതായിട്ട് പരട്ടണം. ഒരു പൊടി പോലും വിട്ടു പോകാതെ വേണം നമ്മൾ പരട്ടാനായിട്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉപയോഗിച്ച് നമ്മൾ ഏറെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഒന്ന് തലമുടി ഒന്ന് ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ട് മുടി നമുക്ക് പരത്താം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു വിധത്തിൽ നമുക്ക് കോൾഡ് പ്രൊവൻസോ അതുപോലെ തന്നെ മറ്റൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ക്രീമാണ്, കോക്കനട്ട് ക്രീമാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ റിസൾട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതുപോലെ ഇത്രയും റിസൾട്ടായിട്ടുള്ള ഒരു സൂപ്പർ കോക്കനട്ട് ക്രീമാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലൂടെ ഹെൽത്ത് റിലേറ്റഡും അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സുമായിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടേത്. മുമ്പത്തെ വീഡിയോയും കൂടെ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് വാച്ച് ചെയ്യണം. എന്നിട്ട് തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കണം. പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ.